കേരള വികസനത്തിന്റെ ആഴങ്ങൾ സ്പർശിച്ച് വിജ്ഞാന വികസന സദസ്സ്. നിങ്ങൾ കഴിക്കണം, ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ. വിജ്ഞാന വികസനം തുടരട്ടെ, സോദരത്വം പുലരട്ടെ എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ച് സംസ്ഥാന ലൈബ്രറി കൗൺസിൽ നടത്തുന്ന റിപ്പബ്ലിക് സദസ്സ് ക്യാമ്പയിന്റെ ഭാഗമായി തെക്കേ മാണിയാട്ട് അനശ്വര റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറിയിൽ വിജ്ഞാന വികസന സദസ്സ് സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വി രമേശൻ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. ആ ഗവൺമെന്റിന് കറക്കാതെ നിൽക്കാൻ പറ്റിയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആരോഗ്യരംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, പഠന രംഗത്ത് നമ്മുടെ നാട് മാറേണ്ട മാറ്റത്തിന്റെ ഗതി തുറന്ന ഒരു വിപ്ലവകരമായ മാറ്റത്തിന് തുടക്കം കുറിച്ച ഗവൺമെന്റിന് ഏറെക്കാലം നിൽക്കാൻ പറ്റിയില്ല. അന്ന് 59 ഗവൺമെന്റ് പോയി, 2 വർഷം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമുക്കുണ്ടായ നഷ്ടം എന്താ അറിയാം? കേരള വികസന മാതൃക വാക്കുകളിലൂടെ അദ്ദേഹം വരച്ചു കാട്ടി. ആഴക്കയങ്ങളിൽ മുങ്ങിത്താഴുന്ന 2 കുട്ടികളെ സാഹസികമായി രക്ഷപ്പെടുത്തിയതിന് രാഷ്ട്രപതിയുടെ ജീവൻ രക്ഷാ പതക് നേടിയ യദുനന്ദ്, ഋതുനന്ദ് എന്നീ കുട്ടികളെയും സംസ്ഥാന കലാശ്രീ പുരസ്കാരം നേടിയ കലാമണ്ഡലം നന്ദനയെയും പരിപാടിയിൽ വെച്ച് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ടി ലജിന അനുമോദിച്ചു. റിപ്പബ്ലിക് സദസ്സിനോടനുബന്ധിച്ച് നടത്തിയ മത്സരങ്ങളിൽ വിജയിച്ച കുട്ടികൾക്കും അബാക്കസ് ജില്ലാ പഞ്ചായത്ത് വിജയികൾക്കും കെ മോഹനൻ മാസ്റ്റർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പി വേണുഗോപാലൻ വിജ്ഞാന വികസനവുമായി ബന്ധപ്പെട്ട് പ്രഭാഷണം നടത്തി. തുടർന്ന് കലാമണ്ഡലം നന്ദന അവതരിപ്പിച്ച ഓട്ടംതുള്ളലും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാലിക്കടവ്. ശ്വാസം വലിച്ചുവിട്ടെ. എത്ര വയസ്സ് വരെ പാൽ കൊടുത്തു? 1 വയസ്സ് വരെ. കണ്ടില്ലേ, ഇപ്പോഴത്തെ കുട്ടികളുടെ IQ ലെവൽ വളരെ ഹൈ ആണ്. അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യവും അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും. ഇപ്പൊ ജനതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ. നിങ്ങൾ കഴിക്കണം, ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ.